റൈസബ്ദാൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് AI കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജോലി പോയി, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ടെക്നോളജി ആയിട്ട് ആയിക്കോട്ടെ, പല രീതിയിലുള്ള റോബോട്ടിക്സ് മെത്തേഡുകൾ, അല്ലെങ്കിൽ എന്ത് കാര്യവും നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഡേറ്റാസ് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. പണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരുപാട് ഫാൾസ് ഇൻഫർമേഷൻ വരുന്നത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഒരുപാട് നല്ല നല്ല ഇൻഫർമേഷൻസ് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലും വേഗത്തിലായിരിക്കും. പല മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ഗ്രാഫിക് ഡിസൈൻ ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നല്ലോണം കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്നോളജിപരമായിട്ട് നമുക്ക് നല്ല അറിവില്ലെങ്കിൽ നമ്മളും പിന്തള്ളപ്പെടും. ഇതൊരു അപകടകരമായ അവസ്ഥയിലോട്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് ഒരുപാട് ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൈവസി തന്നെ, നമ്മുടെ പ്രൈവസി തന്നെ പോകുന്ന കാര്യത്തിലോട്ട് ഇത് കടക്കുന്നുണ്ട്. ഇതിൻ്റെ നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. നല്ല വശമാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് ChatGPT ആയിക്കോട്ടെ, ജെമിനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡീപ്പ് സീക്ക് എന്ന് പറഞ്ഞ AI ആയിക്കോട്ടെ, ഏത് AI എടുത്താലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കാനും കഴിയും. പക്ഷെ എന്നാൽ ഒരുപാട് ആളുകൾ അത് ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട്. ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞ ഇതുവഴി മോർഫ് ചെയ്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. മോശം വഴിയിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ല ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് AI കുറിച്ച് കൂടുതൽ പഠിക്കുക. AI കോഴ്സുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് നിങ്ങളെ നിങ്ങളുടെ കഴിവിൽ വീണ്ടും നിങ്ങൾക്കൊരു സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു പേഴ്സണ് ഒരു പഴയ ടൈപ്പുള്ള കാര്യങ്ങളൊക്കെ, പഴയ ഇൻഫർമേഷൻസൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകൾക്ക്, നോർമലായിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരാൾക്ക് ഇന്നത്തെ സമയത്ത് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് വലിയ കമ്പനീസിൽ നിന്ന് പലരുടെയും ജോലി പോയി. പെട്ടെന്ന് എല്ലാ മേഖലയിലും AI ഇപ്പോൾ ഒരു 50% എനിക്ക് തോന്നുന്നു ലോകത്ത് AI കീഴടക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ജാഗരൂകരായിട്ട് പ്രവർത്തിക്കണം. നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് മോശകരമായിട്ടുള്ള ബാധിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.